വെനസ്ഡേ എന്ന ഒരൊറ്റ സീരീസിലൂടെ ശ്രദ്ധ നേടിയ ഹോളിവുഡ് താരം ജെന്ന ഒർട്ടേഗയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം പ്രധാന ചർച്ച. പക്ഷേ ഇത്തവണ അത് ജെന്നയുടെ പുതിയ സിനിമകളെക്കുറിച്ചോ അഭിനയത്തെക്കുറിച്ചോ അല്ല, മറിച്ച് താരത്തിന്റെ ഭാരക്കുറവും താരം മെലിഞ്ഞതിന്മേലുള്ള ആരാധകരുടെ ആശങ്കയും അതിനു പിന്നാലെ ഉയർന്ന വലിയൊരു മെഡിക്കൽ സോഷ്യൽ ചർച്ചയുമാണ്. ഇതിന് പ്രധാന കാരണം അടുത്തിടെ ഹൗ ഐ ഗോട്ട് ഹിയർ എന്ന ഷോയിൽ ജെന്ന വന്നപ്പോഴുള്ള ലുക്കാണ്. അതിന് തൊട്ടു പിന്നാലെ റീസെന്റ് റെഡ് കാർപ്പറ്റുകളിലെ ജെന്നയുടെ ചിത്രങ്ങൾ വെച്ച് സോഷ്യൽ മീഡിയ വീണ്ടും വിചാരണ തുടങ്ങി. ഹോളിവുഡ് വീണ്ടും 90കളിലെ ആ ക്രൂരമായ എക്സ്ട്രീം തിന്നസ് അല്ലെങ്കിൽ അമിതമായി മെലിയുന്ന ശീലങ്ങളിലേക്ക് തിരികെ പോവുകയാണോ എന്ന ചോദ്യമാണ് ഉയർന്നത്. മുൻപ് അരിയാന ഗ്രാൻഡെ നേരിട്ട അതേ രീതിയിലുള്ള ബോഡി സ്ക്രൂട്ടനിയും സൈബർ അറ്റാക്കും തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. എന്നാൽ ജെന്നയുടെ ലുക്കിനപ്പുറം ജെന്ന ആ എപ്പിസോഡിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ബാലതാരം വരുന്ന സമയത്ത് ഷൂട്ടിംഗ് സെറ്റുകൾ അനുഭവിച്ച കടുത്ത തൊഴിൽ സമ്മർദ്ദങ്ങളെക്കുറിച്ച് താരം വിശദീകരിക്കുന്നുണ്ട്. സെറ്റിലുള്ളവർക്ക് താനൊരു ബുദ്ധിമുട്ടാകരുതെന്ന് കരുതി ആരും ആവശ്യപ്പെടാതെ തന്നെ ദിവസം മുഴുവൻ വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ പോലും ചെയ്യാതെയാണ് താൻ ജോലി ചെയ്തിരുന്നതെന്ന്. തന്നെ തന്നെ തെളിയിക്കാനുള്ള കടുത്ത ആഗ്രഹം കാരണം താൻ വരുത്തിയ വലിയ തെറ്റുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ലെന്ന് ജെന്ന പറയുന്നുണ്ട്. അന്ന് സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കുന്നതിൽ തനിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും അതായിരുന്നു താൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് അവർ തുറന്നു സമ്മതിക്കുന്നു. കടുത്ത ജോലി സാഹചര്യങ്ങൾ ബാലതാരങ്ങൾ വളരെ പ്രൊഫഷണലായി പെരുമാറണമെന്ന പ്രതീക്ഷയും കൂടെ താരം ഈ എപ്പിസോഡിൽ പങ്കുവയ്ക്കുന്നുണ്ട്. എന്നാൽ ആ തുറന്നു പറച്ചിലിനും അപ്പുറം ജെന്നയുടെ ലുക്കിലേക്കാണ് പലരുടെയും ശ്രദ്ധ പോയത്. എന്താണ് 90കളിലെ എക്സ്ട്രീം തിന്നസ് അല്ലെങ്കിൽ ഹെറോയിൻ ചിക്? 1990കളിൽ ഫാഷൻ സിനിമാ മേഖലകളിൽ ലോകമെമ്പാടും പടർന്നു പിടിച്ച ഒരു പ്രത്യേക സൗന്ദര്യ സങ്കല്പത്തെയും ബോഡി ട്രെൻഡിനെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. പോപ്പ് കൾച്ചറിലും പത്രമാധ്യമങ്ങളിലും ഇതിനെ ഹെറോയിൻ ചിക് എന്നും വിശേഷിപ്പിച്ചിരുന്നു. 1980കളിൽ ജനപ്രിയമായിരുന്ന ഫിറ്റ്നസ് ഓറിയന്റഡായ ശരീരപ്രകൃതിക്ക് പകരം 90കളുടെ തുടക്കത്തിൽ പെയിൽ സ്കിൻ, ഡാർക്ക് സർക്കിൾസ്, അമിതമായ എല്ലുകൾ തെളിഞ്ഞു കാണുന്ന രീതിയിൽ മെലിഞ്ഞ ശരീരം എന്നിവയായിരുന്നു ഈ ലുക്കിന്റെ പ്രധാന സവിശേഷതകൾ. അവസരങ്ങൾ ലഭിക്കാൻ വേണ്ടി അക്കാലത്തെ സിനിമ ഫാഷൻ താരങ്ങൾ കടുത്ത പട്ടിണി കിടക്കുകയും അനോറക്സിയ, ബുലീമിയ പോലുള്ള ഗുരുതരമായ ഈറ്റിംഗ് ഡിസോർഡേഴ്സിലേക്ക് തള്ളിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അമിതമായി മെലിയുന്നതാണ് ഭംഗി എന്ന ഈ തെറ്റായ സന്ദേശം പെൺകുട്ടികളിലും സ്ത്രീകളിലും വലിയ രീതിയിലുള്ള അപകർഷതാബോധവും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കിയിരുന്നു. അതാണോ ഇപ്പോൾ വീണ്ടും ഹോളിവുഡിൽ നടക്കുന്ന ചർച്ചകളാണ് ഇപ്പോൾ ഉയർന്നത്. ജെന്ന ഒർട്ടേഗയിൽ മാത്രമല്ല, ആന്യ ടൈലർ ജോയ്, ഡെമി മൂർ, അരിയാന ഗ്രാൻഡെ തുടങ്ങിയ പ്രമുഖ ഹോളിവുഡ് നടിമാരിലും ഫാഷൻ രംഗത്തെ പ്രമുഖരിലും ഇത്തരം വലിയ ശാരീരിക മാറ്റങ്ങൾ പ്രകടമാകുന്നതിൽ സംശയം പ്രകടിപ്പിക്കുകയാണ് ഒരു വിഭാഗം. ശരീരഭാരം കുറയ്ക്കാനായി ഉപയോഗിക്കുന്ന മരുന്നുകളുടെ വ്യാപകമായ സ്വാധീനമാണ് ഹോളിവുഡ് താരങ്ങളുടെ ഈ പുതിയ രൂപങ്ങൾക്ക് പിന്നിലെന്ന തരത്തിലുള്ള വലിയ ചർച്ചകൾക്കും ഇത് വഴിവെച്ചിട്ടുണ്ട്. എന്നാൽ ജെന്ന ഒർട്ടേഗയുടെ ശാരീരിക മാറ്റങ്ങളെക്കുറിച്ചും ഭാരക്കുറവിനെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ ഉയർന്ന അനാവശ്യ ആശങ്കകൾക്കും ബോഡി സ്ക്രൂട്ടിനിക്കുമെതിരെ താരത്തിന്റെ സഹോദരി ആലിയ ഒർട്ടേഗ പ്രതികരിച്ചിരുന്നു. ജെന്നയുടെ സ്വകാര്യതയും സ്വന്തം തീരുമാനങ്ങളെയുമാണ് ആളുകൾ മാനിക്കേണ്ടതെന്നും സ്ക്രീനിലോ അഭിമുഖങ്ങളിലോ കാണുന്ന കുറച്ച് നിമിഷങ്ങൾ മാത്രം വെച്ച് ഒരാളുടെ വ്യക്തി ജീവിതത്തെയോ ആരോഗ്യത്തെയോ വിചാരണ ചെയ്യാൻ ആർക്കും അവകാശമില്ലെന്നും ആലിയ വ്യക്തമാക്കി. സെലിബ്രിറ്റികൾ എന്നതിലുപരി അവർ പ്രാഥമികമായി മനുഷ്യരാണെന്ന സത്യം പൊതുസമൂഹം മറക്കരുതെന്നും ഓൺലൈൻ ഊഹാപോഹങ്ങളും കടന്നുകയറ്റങ്ങളും അവസാനിപ്പിച്ച് താരത്തിന് പ്രൈവസിയും പിന്തുണയും നൽകുകയാണ് വേണ്ടതെന്നുമാണ് സഹോദരി ആലിയ പറയുന്നത്. ഒരാളുടെ ശരീരം എങ്ങനെ ഇരിക്കണമെന്നതും സ്വന്തം രൂപത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് പൂർണ്ണമായും ആ വ്യക്തിയുടെ മാത്രം സ്വകാര്യ തീരുമാനമാണെന്നും അത്തരം വ്യക്തിഗത തിരഞ്ഞെടുപ്പുകൾ അനാവശ്യ സോഷ്യൽ മീഡിയ വിചാരണയ്ക്ക് വിധേയമാക്കേണ്ടതില്ലെന്നും ഇവിടെ ഉയർന്നു വരേണ്ട പ്രധാന ചർച്ച ജെന്ന ഒർട്ടേഗയെ പോലുള്ള ആഗോളതലത്തിൽ സ്വാധീനമുള്ള ഒരു സെലിബ്രിറ്റിയുടെ രൂപമാറ്റം ജനങ്ങളെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കൗമാരക്കാരെയും യുവാക്കളെയും ഏത് രീതിയിലാണ് സ്വാധീനിക്കുന്നത് എന്നത് നോക്കേണ്ടതെന്നുമാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. അതിനോടൊപ്പം തന്നെ അവർ കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത്തരം മാറ്റങ്ങൾ കാണുന്ന ആരാധകർ അനാവശ്യമായ അപകർഷതാബോധത്തിലേക്ക് തള്ളപ്പെടാനും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ പട്ടിണി കിടന്നോ അമിതമായി വ്യായാമം ചെയ്തോ മെലിയാൻ ശ്രമിക്കുന്നതിലേക്ക് നയിക്കപ്പെടാനും സാധ്യതയുണ്ടെന്നും ബോഡി ട്രെൻഡുകൾ സമൂഹത്തിന്റെ മാനസിക ശാരീരിക ആരോഗ്യത്തിൽ ഉണ്ടാക്കുന്ന ആഘാതങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ മെഡിക്കൽ ബോധവൽക്കരണം നൽകണമെന്നതുമാണ് സോഷ്യൽ മീഡിയയിലെ മറ്റൊരു ചർച്ച.